ഒരു മനുഷ്യന്റെ ഓർഗാനിക് ലൈഫ് സൈക്കിളുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലൈഫ് സൈക്കിൾ നമ്മൾ കമ്പയർ ചെയ്യാം. ഒരു വ്യക്തി ജനിക്കുമ്പം അവൻ എന്തായിരിക്കും? ഒരു ശിശുവായിരിക്കും, ശൈശവാവസ്ഥയായിരിക്കും. ശിശുവായിട്ടിരിക്കുന്ന സമയത്ത് അവന് വിവരം കാണും, പിന്നെ അവർക്ക് വിവരം കാണും, ആരെങ്കിലും വിളിച്ചാൽ അങ്ങോട്ടൊക്കെ പോകും അല്ലെ. വളരെ അപക്വമായിട്ടുള്ള പീരീഡ് ആണ് ശൈശവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡോളസെന്റ് ഏജ് ഒക്കെ നമ്മൾ യൂത്ത് ആവും അല്ലെ, യൗവനത്തിലേക്ക് എത്തും. ആ സമയത്ത് നമ്മൾ റബ്ബൽ, നമ്മുടെയൊക്കെ ഈ ഒരു പീരീഡ് റബ്ബലാണ്. എല്ലാത്തിനും ചോദ്യം ചെയ്യുന്നു, PSCയെ കുറ്റപ്പെടുത്തുന്നു, അവരെ കുറ്റപ്പെടുത്തുന്നു, എല്ലാവരും പ്രശ്നമാണ്. നമ്മൾ എല്ലാത്തിനും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു എന്താ പറയാ റാഡിക്കൽ പീരീഡ് ഓഫ് ലൈഫാണ്. നമ്മളെല്ലാം എക്സ്പെരിമെന്റ് ചെയ്യുന്നു, കുറെ അബദ്ധങ്ങൾ കാണിക്കുന്നു അല്ലെ. എക്സാക്ട്ലി. പിന്നീട് നമ്മൾ വയസ്സിലേക്കൊക്കെ എത്തും. നമ്മളൊക്കെ അവിടെ ആ ഒരു പീരീഡിൽ പൊയ്ക്കൊണ്ടിരിക്കും. ആ സമയം നമുക്ക് മനസ്സിലാവും, കുറച്ചും കൂടെ മെച്യൂരിറ്റി വരും. യെസ്, നമ്മൾ നേരത്തെ കാണിച്ചതിനകത്തുള്ള ചില മിസ്റ്റേക്സ് ഉണ്ട്, ചിലതൊക്കെ ശരിയായിരുന്നു, ചിലതൊക്കെ തെറ്റായിരുന്നു. മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്ത് നമ്മൾ കുറെ കൂടെ സീരിയസ് ആയി പോകും അല്ലെ. വൈബ് മാറും എന്ന് പറയും അല്ലെ. പണ്ട് ഒരു കിഡിഷ് വൈബായിരുന്നു, പിന്നീട് ഒരു യൂത്തിഷ് വൈബായി, പിന്നെ ഒരു മെച്യൂർ വൈബിലേക്ക് പോവാണ്. വൈബ് മാറി, വേവ് ലെങ്ത് മാറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഘട്ട വിഭജനം, ഫേസസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 10 വയസ്സിന്റെ വിവരം ഇല്ലായിരുന്ന അല്ലെങ്കിൽ ശൈശവാവസ്ഥയാണ് മോഡറേറ്റ് ഫേസ് എന്ന് പറയുന്നത്. ഒരു കാര്യമുള്ള വിവരമൊന്നുമില്ല, ലോകപരിചയം ഒന്നുമില്ല. പിന്നെ യൂത്തായി, അതായത് കുറച്ച് യൂത്തനായി, അതാണ് എക്സ്ട്രീമിസ്റ്റ് ഫേസ്. അവിടെ റാഡിക്കൽ ആണ്, വയലന്റ് ആണ്, ഭയങ്കര എനർജറ്റിക് ആണ്. പിന്നെ ഇത് രണ്ടും കഴിഞ്ഞ് കുറച്ചുകൂടെ മെച്യൂർ ആയി, അതാണ് ഗാന്ധിയൻ ഫേസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ 3 ഫേസിന്റെ ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നും പഠിച്ചു പോവാം അല്ലെ. നമുക്ക് ഫസ്റ്റ് മോഡറേറ്റ് ഫേസ് എന്താന്ന് നോക്കാം. മോഡറേറ്റ് ഫേസ് ഇവിടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ആഹാരം വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അമ്മേ, അച്ഛ, എനിക്കൊരു ബിരിയാണി തരുമെന്ന് പറയുമായിരുന്നു, അത് വിശമാണെന്ന് കരയുമായിരുന്നു. നിങ്ങൾ ജനിച്ചൊരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തേനെ? എനിക്ക് അൽഫാം വേണമെന്ന് പറയത്തില്ല, ഒന്ന് കരയും. രേഷ്മ കരയുന്നോണ്ട് കരയുന്നു. അത് തന്നെയാണ് ഇവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവർക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അവരെ അടുത്ത് വാവിട്ട് കരയും. ഇവർക്ക് ഒന്നും ചോദിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ കാലഘട്ടത്തിൽ ഇവരുടെ ഒരു മെത്തഡോളജിയാണ് PPP, പ്രേ പ്രയർ പെറ്റീഷൻ. വാവിട്ട്, അജീഷ വാവിട്ട് കരയുന്നത്. ഓക്കെ, അത് നമ്മൾ എല്ലാവരും ചെയ്തൊരു പരിപാടിയാണ്, കുഴപ്പമില്ല. ഓക്കെ, അതായത് പ്രയർ ചെയ്യും, അയ്യോ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ തരണേ, അല്ലെങ്കിൽ പെറ്റീഷൻ എഴുതിയ പെറ്റീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യും. നമുക്ക് കരങ്ങിന്റെ കാര്യം ഒരു വാശിയായിരിക്കും അല്ലെ. എല്ലാം എറിഞ്ഞ് പൊട്ടിയൊക്കെ ചെയ്യും അല്ലെ, കഴിക്കുന്ന പാലിന്റെ കുപ്പികൾ എറിഞ്ഞ് പൊട്ടിക്കും. ആ പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. സോ PPP സ്ട്രാറ്റജി എന്ന് പറയും, പ്രേ പ്രയർ ആൻഡ് പെറ്റീഷൻ. വി ആർ ഹെൽപ്ലെസ്, നമുക്ക് വേറെ അന്ന് റിസോഴ്സ് ഇല്ല, നമുക്ക് ഇതില്ല, അതാണ് അവസാനം പട്ടിണിക്കിടുന്നു പറയുന്ന ചില ആൾക്കാർ. ഓക്കെ, അപ്പം ഇതാണ് കോൺഗ്രസ് അന്നത്തെ അവസ്ഥ. ബിക്കോസ് ഇവർക്കൊക്കെ എന്താ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു നന്മയിൽ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ മര്യാദ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവര് കാര്യങ്ങൾ കേൾക്കുന്ന ചിന്ത ഇവർക്കുള്ളത്. ഈ കാലഘട്ടത്തിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കറിയാം, വർഷത്തിൽ ഒരിക്കലും മീറ്റ് ചെയ്യുമ്പോൾ മാക്സിമം 3 ദിവസമൊക്കെ മീറ്റിംഗ് കാണത്തുള്ളൂ. പിന്നെ പെട്ടിങ് ഇടയ്ക്കിടയ്ക്ക് അത് നാട് വിടും. ദേ ബിലീവ്ഡ് ഇൻ ദ ബിനവലൻസ് ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ബ്രിട്ടന്റെ ഒരു ബിനവലൻ അല്ലെങ്കിൽ ഔദാര്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ ഒരു മുഖത്തിൽ ഒരു വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മോഡറേറ്റ് ഫേസിൽ അവരുടെ പ്രശ്നം അതാ. ഈ ഫേസിലെ ലീഡേഴ്സിനെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. പലരെയും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആൾക്കാരാണ്. ഒന്നാമത്തെ വ്യക്തി ദാദാഭായ് നവറോജിയാണ് അല്ലെ. ദാദാഭായ് നവറോജി. എഗെയിൻ ഇവിടെ നമുക്ക് പറഞ്ഞൊരു കാര്യമാണ്, പേഴ്സണാലിറ്റീസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സ്റ്റെൻസീവ്ലി നമുക്ക് പറഞ്ഞുകൊണ്ട കാര്യമില്ല. അത് സെൽഫ് എക്സ്പ്ലനേറ്ററി പോയിന്റ് ആണ് പലതും. അനലിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും സ്റ്റോറി ലൈനും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന് പാരന്റ് അഡീഷണൽ പോയിന്റുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും, സ്ലൈഡ്സ് ഞാൻ തന്നുവിടാം. ദാദാഭായ് നവറോജി അല്ലെ, ഇദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യയിലെ വന്ധ്യ വയോധിക. ബാക്കിയുള്ള പോയിന്റ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്ത മനുഷ്യൻ. ഇദ്ദേഹത്തിന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം ഏതാ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇവിടെയാണ് ദാദാഭായ് നവറോജി എന്ന വ്യക്തിയുടെ ഒരു പരിണാമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പേഴ്സണാലിറ്റീസ് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞ സാധനം പേഴ്സണാലിറ്റി, ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്. ഈ പേഴ്സണാലിറ്റീസ് മീൻസ് വ്യക്തിത്വങ്ങൾ. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, എല്ലാവരുടെയും വ്യക്തിത്വം ഒരുപോലെ ഇരിക്കുമോ എപ്പോഴും? നിങ്ങളുടെ സ്വഭാവം എപ്പോഴും ഇതുപോലാണോ? ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കുമോ?
പീപ്പിൾ ചേഞ്ച്. അത് മാറ്റമില്ലാതെ മാറ്റത്തിന് മാത്രം എന്ന് പറയുന്ന പോലെ ആൾക്കാർ മാറും. അപ്പൊ നമ്മൾ ഹിസ്റ്ററിയിൽ പേഴ്സണാലിറ്റീസിനെ പറ്റി പഠിക്കണമെങ്കിൽ മാറ്റം അറിഞ്ഞ് പഠിക്കണം, ഇല്ലെങ്കിൽ മാർക്ക് പോകും. തുടക്കത്തിലെ ദാദാഭായ് നവറോജി അല്ല അവസാനമുള്ള ദാദാഭായ് നവറോജി. തുടക്കത്തിലെ തിലക് അല്ല അവസാനമുള്ള തിലക്. തുടക്കത്തിലെ ഗാന്ധി അല്ല അവസാനത്തെ ഗാന്ധി. തുടക്കത്തിലെ ഭഗത് സിംഗ് അല്ല അവസാനത്തെ ഭഗത് സിംഗ്. ഇവിടെ ദാദാഭായ് നവറോജി ഈ പുസ്തകം എഴുതിയ സമയത്ത് 1867 പീരീഡില് അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ബുക്കിന്റെ പേര് തന്നെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അൺബ്രിട്ടീഷ് റൂൾ. ഇവിടെ ദാദാഭായ് നവറോജി പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കുന്നത് അൺബ്രിട്ടീഷ് ആയിട്ടാണ്, വിച്ച് മീൻസ് ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്നത് അടിപൊളിയാണ്. പക്ഷെ അൺബ്രിട്ടീഷ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം ഭരണമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പോലെ ഭരിക്കണം, അൺബ്രിട്ടീഷ് ആയിട്ട് ഭരിക്കരുത് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഹി ഹാഡ് ഫെയ്ത്ത് ഇൻ ദ ഗുഡ്നെസ് ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. ദാദാഭായ് പറയും പിന്നെ ബ്രിട്ടൻ ഇന്ത്യയിൽ വേണം, പക്ഷെ നിങ്ങൾ ബ്രിട്ടനിൽ നിങ്ങൾ എങ്ങനെയാണ് ഭരിക്കുന്നത് അതുപോലെ ഇന്ത്യ ഭരിക്കും. അൺബ്രിട്ടീഷ് ആയിട്ട് ഭരിക്കാതിരിക്കും. അവിടെ അദ്ദേഹം എടുത്തെടുത്ത് ആവർത്തിച്ച് ഉറപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ മഹത്വമാണ്. നമ്മൾ ഇത്രയും കാലം ഈ ബുക്കിനെ പറ്റിയുള്ള നമ്മുടെ ധാരണ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എതിരായിട്ടുള്ള പുസ്തകമാണ്. പക്ഷെ ഈ പുസ്തകം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എതിരാണ് സമ്മതിക്കുന്നത്, പക്ഷെ ബ്രിട്ടന്റെ മഹത്വത്തെ വാഴ്ത്തുന്ന പുസ്തകമാണ്. ഓക്കെ, ഇതിലാണ് അദ്ദേഹം ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്താ? ഇന്ത്യയിലെ സമ്പത്ത് മൊത്തവും ചോർച്ച സിദ്ധാന്തം, ഫാത്തിമ എക്സാക്ട്ലി ചോർച്ച സിദ്ധാന്തം. ഇന്ത്യയിലെ സമ്പത്ത് മൊത്തം ചോർന്നൊലിച്ച് ബ്രിട്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാര്യം ഇന്ത്യയിലെ അമ്പലങ്ങളും പള്ളികളും കൊള്ളയടിച്ച് അവിടുത്തെ സ്വർണവും വെള്ളിയും എല്ലാം ബ്രിട്ടനിലേക്ക് കടത്തി. പിന്നെ ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ടാക്സ് അവർ ബ്രിട്ടനിലേക്ക് കടത്തുന്നുണ്ട്. അല്ല, ഇന്ത്യയിൽ ജോലി, ഇത് കുറെ കമ്പോണൻസ് ഉണ്ട്. വളരെ രസകരമായി ഡ്രെയിൻ തിയറിയുടെ ഒരു എസ്സേ വായിക്കുന്നത്. ഡിഫറെന്റ് DK ദത്തും ഇതിനെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് LSGSന്റെ മെയിൻസിന്റെ സിലബസ് നമ്മൾ ഇതിനെപ്പറ്റി വിശാലമായിട്ട് പഠിക്കും. അതിനകത്ത് ബ്രിട്ടീഷ് പോളിസീസ് ഇന്ത്യ എന്നുള്ള പോർഷൻസിൽ അവരുടെ എക്കണോമിക് പോളിസീസ് പഠിക്കുന്ന സമയത്ത് DK ദത്തും ഡ്രെയിൻ തിയറി ഒക്കെ നമുക്ക് വിശാലമായിട്ട് പഠിക്കാം. അപ്പൊ പ്രധാനമായിട്ടുള്ള കമ്പോണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിതാ പെൻഷൻസ് ആൻഡ് സാലറീസ്. ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഒരുത്തമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഇന്ത്യയുടെ ഖജനാവിൽ ശമ്പളം കൊടുക്കുന്നത്. അവൻ റിട്ടയർ ആയി ബ്രിട്ടനിലേക്ക് തിരിച്ചു പോയാലോ അതും ഇന്ത്യൻ ഖജനാവിൽ നിന്ന് പോവാ. ഹീസ് നോട്ട് സെർവിങ് ഇന്ത്യ. ഇന്ത്യയെ സേവ് ചെയ്യുന്ന വ്യക്തിയല്ല, സ്റ്റിൽ പുള്ളിക്കുള്ള കാശ് വന്ന് ഇന്ത്യൻ ഖജനാവിൽ നിന്നാണ്. പിന്നെ ബുള്ളിയൻസ്, ഗോൾഡ് കട്ടൊക്കെയായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു. മൊത്തത്തില് ഇന്ത്യയിലെ സമ്പത്ത് മൊത്തം അങ്ങോട്ട് ഇങ്ങനെ ചോർന്നൊലിച്ചുകൊണ്ട് പോവുകയാണെന്നുള്ള സിദ്ധാന്തം ദാദാഭായ് നവറോജി ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർക്ക് ചെവിത്ത വരാത്തത് കൊണ്ടാണ് ഇൻ 1881 ഹി ഷിഫ്റ്റഡ് ഹിസ് പൊസിഷൻ. അദ്ദേഹം എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റിന് എതിരായിട്ട് ആഞ്ഞടിച്ചു. ആ ഒരു വാചകം, ഇറ്റ്സ് എൻ ഫോറിൻ ഇൻവേഷൻ ആണ്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ പുഷ്ടിപ്പെടുത്താൻ വന്ന ഒരു സിസ്റ്റം അല്ല. ഇറ്റ്സ് എസെൻഷ്യലി എ ഫോറിൻ ഇൻവേഷൻ വിച്ച് ഹാസ് ബീൻ എവർ ലാസ്റ്റിംഗ് ഫോർ പാസ്റ്റ് 1 century. ആ ഒരു കൊട്ടേഷൻ നവറോജി നടത്തിയതാ. അപ്പൊ ഇത് രണ്ട് നവറോജീസാ. വ്യക്തിത്വം മാറുന്നത് ശ്രദ്ധിച്ചോ? ഇത് കുറച്ചും കൂടെ റാഡിക്കലാ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ നോക്കാം. ഉമേഷ് WC ബന്ധോപാധ്യായ നമുക്കറിയാം, അതൊരു ലോയർ ആയിരുന്നു, ഫസ്റ്റ് INC പ്രസിഡന്റ് ആയിരുന്നു. G സുബ്രഹ്മണ്യം അയ്യർ, ഇദ്ദേഹത്തിന്റെ പത്രമാണ് ദ ഹിന്ദു എന്ന് പറയുന്ന പത്രം. ഓക്കെ, ദ ഹിന്ദു ഇപ്പോഴും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ്. അപ്പം ബൈബിളാന്ന് പറയുന്നത്, കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ബൈബിളാണ് ഹിന്ദു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അടിപൊളി. ഇവര് ഗവൺമെന്റിനെ ഇത്രയും ധൈര്യത്തോടുകൂടി വിമർശിക്കുന്ന ഒരു പത്രം വേറെ ഇല്ല. ഓക്കെ, ഭയങ്കര അടിപൊളി ന്യൂസ് പേപ്പേഴ്സ് ആണ്. ഒരു സെൻട്രൽ ലെഫ്റ്റിസ്റ്റ് രീതിയിലാണ് ഇതിന്റെ എഡിറ്റോർസ് വരെ എഴുതുന്നത്. നല്ല രീതിയിൽ ഗവൺമെന്റിനെ ഇവര് വിമർശിക്കും. ഇദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പർ ആണ് സ്വദേശമിത്രം. ഓക്കെ, മദ്രാസ് മഹാജന സഭയുടെ കാര്യം നമുക്കറിയാം. ഇദ്ദേഹത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് പീസ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ റെസൊല്യൂഷൻ മൂവ് ചെയ്ത വ്യക്തി ആരാന്നുള്ളതാണ്. ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചതും ഇദ്ദേഹം തന്നെ. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്നൊരു ടോപ്പിക്കിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രമേയം. ഓക്കെ, അപ്പൊ അതിനുശേഷമുള്ള മറ്റൊരു മോഡറേറ്റ്, നമ്മളിപ്പോ മോഡറേറ്റ് ഫേസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോഖലെയുടെ ചരിത്രമൊക്കെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നുണ്ട്. 1905 പഠിക്കും. ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു എന്നുള്ളത് നമുക്കറിയാം. ഇദ്ദേഹമാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 സ്ഥാപിക്കുന്നത്, അല്ലെ? ഈ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഈ അസോസിയേഷന്റെ മലയാളത്തിലുള്ള പേരെന്താ? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി.
ഇനി ഒരു സിനിമയിൽ ഇത് പറയുന്നുണ്ട്. മോഹൻലാൽ പ്രസിദ്ധമായിട്ടുള്ള സിനിമയിൽ അദ്ദേഹം ഈ അസോസിയേഷനിലെ മെമ്പർ ആണെന്നുള്ളത് വളരെ എന്താ പറയുക അഭിമാനത്തോടെ പറയുന്നുണ്ട്. ദേശസേവക സംഘം അല്ലെ. അദ്ദേഹം കാലാപ്പാനി ജയിലിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു തമിഴ് റവല്യൂഷണറി കാണും. പ്രഭു അല്ല വേറെ. അപ്പൊ അദ്ദേഹം ചെയ്യുന്നുണ്ട്, താങ്കൾ ഇവിടുന്ന് വരാം, ഞാൻ കേരളത്തിൽ നിന്ന് വരുവാണ്, ഞാൻ ഗോഖലെയുടെ ദേശസേവിക സംഘത്തിൽ അംഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കാലാപ്പാനിയിലെ മോഹൻലാൽ ആക്ച്വലി ഒരു മോഡറേറ്റ് ലീഡറാണ്. അദ്ദേഹം വിപ്ലവകാരി അല്ലായിരുന്നു. പിന്നീടാണ് മോഹൻലാല് വയലൻസിലേക്ക് തിരിയുന്നത്. അവിടെ വ്യക്തിത്വം മാറുന്നുണ്ട്. തുടക്കത്തിൽ മോഡറേറ്റ് ആയിരുന്നു, പിന്നെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്, പിന്നെ റെവല്യൂഷണറി ആയിട്ട് മാറുന്നുണ്ട്. ഗോഖലെയുടെ ഫോളോവർ ആയിരുന്നത് മോഹൻലാൽ സമാധാനവാദി ആയിരുന്നുള്ളവരെ ആലോചിക്കാം. കാലാപ്പാനി ആരും കണ്ടിട്ടില്ലേ? കാലാപ്പാനി കാലാപ്പാനി കണ്ടിട്ടുള്ള ആൾക്കാരെ ഹാൻഡ് റേസ് ചെയ്യോ? കാലാപ്പാനി കണ്ടിട്ടുള്ള ആൾക്കാര്? ഓക്കെ, ഒരു ഇതെല്ലാരും കണ്ടിട്ടുണ്ട്, സന്തോഷം. ഓക്കെ, നമുക്കിനി സുരേന്ദ്രനാഥ് ബാനർജിയുടെ ഫിലിം ഒന്ന് കാണണം. നമ്മളിനി പഠിക്കാൻ വന്ന പല എപ്പിസോഡ്സും അജീഷ് അത് പ്രഭു എക്സ്ട്രീമിസ്റ്റ് അല്ല, റെവല്യൂഷണറി ആണ്. എക്സ്ട്രീമിസ്റ്റ് മൂക്കുമ്പോഴാണ് റെവല്യൂഷണറി ആവുന്നത്. ദാറ്റ് വി വിൽ ഡിസ്കസ്. അതിനകത്ത് പ്രഭു പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഐ എം എ റെവല്യൂഷണറി ആൻഡ് എ മാർക്സിസ്റ്റ്, ഐ ബിലീവ് ഇൻ ക്ലാസ് സ്ട്രഗിൾ ആൻഡ് റെവല്യൂഷൻ. അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം റെവല്യൂഷണറി ആണ്. സുരേന്ദ്രനാഥ് ബാനർജി, അത് ടെക്നിക്കൽ ഡിഫറൻസ് അതിനകത്ത് ഉണ്ട് കേട്ടോ, നമുക്കത് ഡിസ്കസ് ചെയ്യാം ക്ലാസ്സിൽ. എക്സ്ട്രീമിസ്റ്റും റെവല്യൂഷണറീസും രണ്ടാൾക്കാർ. SNB സുരേന്ദ്രനാഥ് ബാനർജി രാഷ്ട്രഗുരു അല്ലെങ്കിൽ ഇന്ത്യൻ ബൂർക്ക് എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തെയാണ്. ഇന്ത്യൻ ബൂർക്ക്, രാഷ്ട്രഗുരു. ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത അസോസിയേഷൻസിനൊക്കെ പറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇത് ന്യൂസ് പേപ്പർ ആണ് ബംഗളി. ഇദ്ദേഹം സിവിൽ സർവീസ് ക്രാക്ക് ചെയ്ത കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇദ്ദേഹം സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തു. ഹിസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഓക്കെ, ഈ ബൂർക്ക് ആരായിരുന്നു? ബൂർക്ക് ആരാ? ഇദ്ദേഹം ഒരു ഐറിഷ് സ്റ്റേറ്റ്മാൻ ആണ്. അന്നത്തെ കാലത്ത് അയർലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും ഇന്നും അയർലൻഡ് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമാണ്. അപ്പം ബ്രിട്ടീഷ് പാർലമെന്റിൽ അയർലൻഡിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു ബൂർക്ക് എന്ന് പറയുന്ന വ്യക്തി. അടിപൊളി എക്കണോമിസ്റ്റ് ആയിരുന്നു. എക്കണോമിക്സ് വളരെ നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, വാറൻ ഹേസ്റ്റിങ്സിനെ പറ്റി പി സി പ്രധാനപ്പെട്ട ചോദ്യം എന്താ? ഇംപീച്ച്മെന്റ് മോഷന് വിധേയനായ ഒരേ ഒരു ഇന്ത്യൻ ഗവർണർ ജനറൽ ആരെന്നുള്ള ചോദ്യമില്ലേ, അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അദ്ദേഹത്തിനെ ഇംപീച്ച്മെന്റ് മോഷനിലിട്ട് കരിച്ചത് ബൂർക്ക. മനസ്സിലായില്ലേ? വളരെ നല്ലൊരു സ്റ്റേറ്റ്സ്മാൻ ആണ് ഇദ്ദേഹം. വാറൻ ഹേസ്റ്റിംഗ് കറപ്റ്റഡ് ആണ്, പക്ഷെ ബൂർക്ക വളരെ നല്ലൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കണം. വളരെ നല്ല എന്താ പറയുക, ബ്രിട്ടീഷ് ഗവൺമെന്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആൾക്കാർ ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ് ബൂർക്ക്. പക്ഷെ അദ്ദേഹം ചെയ്യാൻ ബാക്കി വെച്ച പല കാര്യങ്ങളും ഇന്ത്യയിൽ ചെയ്തത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയറിൽ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇന്ത്യൻ ബൂർക്ക് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ബൂർക്ക്. ഓക്കെ, അടുത്തത് ബാക്കിയുള്ള പോർഷൻ നമ്മൾ പറഞ്ഞിരുന്നു. നമുക്കിനി മദൻ മോഹൻ മാളവ്യ എന്നൊരു വ്യക്തിയെ പറ്റി ഇന്ന് പഠിക്കാം. മദൻ മോഹൻ മാളവ്യ ന്യൂസിനകത്ത് നിറഞ്ഞു കഴിഞ്ഞ് നിൽപ്പുണ്ട്. കാര്യം 2014 നമുക്ക് ഭാരതരത്ന കൊടുത്തതിനു ശേഷം അദ്ദേഹം ന്യൂസിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ഫിഗർ ആണ്. ഇദ്ദേഹമാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് അല്ലെ. നമുക്ക് സ്ഥിരം PSC ചോദ്യമാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമേവ ജയതേ എന്ന് പറയുന്ന സ്ലോഗൻ പോപ്പുലറൈസ് ചെയ്തു. ഏത് ഉപനിഷത്തിലാണ് സത്യമേവ ജയതേ എന്നുള്ള സ്ലോഗൻ ഉള്ളത്? ഏത് ഉപനിഷത്ത്? മുണ്ടകയാണോ മാണ്ഡൂക്യാണോ? മുണ്ടകോപനിഷത്താണോ മാണ്ഡൂക്യോപനിഷത്താണോ? ഓക്കെ, എല്ലാരും മുണ്ട. ഓക്കെ, പറ്റിക്കാൻ നോക്കണ്ട, മുണ്ടകോപനിഷത്താണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്റെ കാര്യം മനസ്സിലായി. ഞാൻ തെറ്റിക്കാൻ നോക്കും, ഇനിയാണെങ്കിൽ നോക്കും, പക്ഷെ നിങ്ങൾ കറക്റ്റ് ആൻസർ പറയാം. ഓക്കെ, സത്യമുണ്ട്. ഓക്കെ, ഓ അത് നൈസ്. അങ്ങനെ ഒരു കോഡ് യൂസ് ചെയ്യുന്ന സത്യമുണ്ട്. അപ്പൊ മുണ്ടകോപനിഷത്താണ് പറയുന്നത്. സത്യമാണ്ടു എന്നല്ലല്ലോ, സത്യമുണ്ട് എന്നാണ്. വെരി എക്സലന്റ്. താങ്ക് യു ഫോർ ദാറ്റ് കോഡ്. ഞാൻ എന്റെ എല്ലാ ക്ലാസ്സിലും ഈ കോഡ് യൂസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ താങ്കളെ സ്മരിക്കുന്നതായിരിക്കും. ഓക്കെ, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ്, അതായത് പൊതുവെ ചരിത്രകാരന്മാർക്കിടയിലുള്ള കൺസെൻസസ്, ഒരു സമവായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡറേറ്റ് ഫേസ് ഓഫ് ഇന്റർനാഷണൽ കോൺഗ്രസ് 1885 തുടങ്ങി 1905 എൻഡ് ചെയ്യുന്നുണ്ടോ? 1905 നമ്മൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതും നമ്മൾ എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്നത്. ഓക്കെ, ചില ടെക്സ്റ്റ് 1906 എന്നും 1907 എന്നും ഒക്കെ കാണാം. ജനറലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് 1905 ആണ്. ഓക്കെ, ഈ സമയത്ത് ഇന്റർനാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷ് ക്രൗണിന്റെ അടുത്ത് ലോയലാണ്.
1905 എന്ത് സംഭവിക്കുന്നു? ബംഗാൾ വിഭജനം. നമ്മൾ ഇതൊക്കെ ക്ലാസ്സിൽ പഠിക്കും. ബംഗാളിനെ വിഭജിച്ചതോടുകൂടി നമുക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് തനി സ്വഭാവം മനസ്സിലായി. അങ്ങനെ 1906 അടുത്ത വർഷം മുതൽ 1916 വരെ എക്സ്ട്രീമിസ്റ്റ് ഫേസ് ആണ്. റൈസ് ഓഫ് മിലിറ്റന്റ് നാഷണലിസം ആണ്. കുറച്ചും കൂടെ റാഡിക്കൽ ആണ് നമ്മൾ. ഓക്കെ, പിന്നീടാണ് ഗാന്ധിജി വരുന്നത്. കാര്യം ഇവരെ രണ്ടുപേരും ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തും. ഒരു ഇടം വലം നോക്കാതെ ചവിട്ടിക്കൂട്ടും. ആ ഒരു അത്രയും സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഒരു യുഗപുരുഷൻ, അവതാര പുരുഷൻ എന്നുള്ള രീതിയിൽ ഗാന്ധിജി വരുന്നത്. ഗാന്ധിജിയുടെ പീരീഡ് 1917 to 1947 ആണ്. പക്ഷെ ഇത് PSC പണ്ട് തന്നിട്ടുള്ളത് 1919 to 1948 എന്നായിരുന്നു. ഇതും ശരിയാണ്. ഒരു ഓപ്ഷൻസിനകത്ത് ബാക്കിയുള്ള ഓപ്ഷൻസ് വെറും മോശപ്പെട്ട ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്തിലേക്ക് എത്താം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇയർ ചോദിക്കുമ്പം ഫ്ലെക്സിബിൾ ആയിട്ട് ആലോചിക്കാം. ആക്ച്വലി 1947 ഗാന്ധിജി നാഷണൽ പൊളിറ്റിക്സ് റിട്ടയർ ചെയ്യുക. സ്റ്റിൽ 48 വരെ ഗാന്ധിയൻ യുഗമായിട്ടാണ് PSC പറയുന്നത്. മറ്റേ ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്ര മോശം ഓപ്ഷൻസ് ആണ് മറ്റേത്. അങ്ങനെ ഈ ഒരു സംഭവം തെറ്റാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് 1970 to 1947 ആണ്. ചില ടെക്സ്റ്റില് 1915 to 1947 എന്നും പറയുന്നുണ്ട്. കാര്യം 1915 ഗാന്ധിജി ഇന്ത്യയിൽ വരുവാണല്ലോ. അതേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് ഫേസ് അവിടെ സ്റ്റാർട്ട് ആവുന്നില്ല. സ്റ്റിൽ ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ഇറ്റ്, നോ പ്രോബ്ലം. ഓക്കെ, അത് ചൂസ് ചെയ്യാവുന്നതാണ്. അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ എക്സാം ഹോളിൽ മാർക്കിന് വേണ്ടിയിട്ട് ബിഹേവ് ചെയ്യുക, അതായത് നിങ്ങളുടെ അറിവ് എക്സിബിറ്റ് വേണ്ടി ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. എൻഡ് ഓഫ് ദി ഡേ വി നീഡ് മാർക്ക് ആൻഡ് വി നീഡ് റാങ്ക്. ഓക്കെ.